ഹലോ ഗൈസ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. സോ കുറേ ശേഷം ഞാൻ ഒരു വ്ളോഗുമായിട്ട് വരാം. ഇതൊരു കുട്ടി വ്ളോഗാണ്. എല്ലാവരും കൊച്ചിരിക്കൽ കേവ്സ്, കൊച്ചിരിക്കൽ വാട്ടർഫാൾസ് കേട്ടിട്ടുണ്ടാവല്ലോ. എറണാകുളത്ത് വളരെ അടുത്താണ്. ഞാൻ കുറേ ദൂരം ഉണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു സ്ഥലമായിരുന്നു. പക്ഷേ അതിപ്പോഴാണ് ജസ്റ്റ് 1 hour ഡ്രൈവേ ഉള്ളൂ എന്നുള്ളത്. സോ നമ്മൾ അവിടെ പോകാൻ വേണം. എന്തായാലും മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും പോകാൻ. അപ്പം നമുക്ക് പോവാം. ഗൈസ്, ഞങ്ങളിവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്കിംഗ് 10 രൂപയാണ് 2 വീലറിന്. 4 വീലർ വരുമ്പോൾ 20 ആണ് വരുന്നത്. അപ്പം ഇതിലെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി പറഞ്ഞ് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുളിക്കണം എന്നുള്ളവർ എന്തായാലും ഡ്രസ്സ് എടുത്ത പോലെ നമുക്ക് കുളിക്കാം. ഡ്രസ്സ് മാറാനുള്ള എല്ലാ ഫെസിലിറ്റിയും, ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഗൈസ് ഹലോ, ലക്ഷ്മിയാണ്. അപ്പോൾ ഇന്നത്തെ ടൂറിൻ്റെ പ്ലാൻ ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് സഡനായിട്ട് ഉണ്ടാവാനുള്ള റീസൺ ലക്ഷ്മിയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കഥ പറയാം. ഇന്ന് രാവിലെ ലക്ഷ്മി വിളിച്ചിട്ടാണ് ഞാൻ ഉണക്കെന്ന് പറയണേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഞാൻ പറയാം. ഇന്ന് രാവിലെ ലക്ഷ്മി വിളിച്ചിട്ടാണ് ഞാൻ എണീക്കുന്നത് ഉറക്കത്തിൽ നിന്ന്. ലക്ഷ്മി വിളിച്ചിട്ട് പറയാം, അതിരെ നമുക്ക് അരീക്കിൽ പോവാം. അരീക്കിൽ പോവാമോ എന്ന് വെച്ചാൽ പോവാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. ഒരു 1 day ട്രിപ്പ്. ഓക്കെ, ലക്ഷ്മിയുടെ ആദ്യത്തെ ട്രിപ്പ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഒക്കെ ദിസ് പ്ലേസ് സോ ബ്യൂട്ടിഫുൾ. ഗൈസ്, ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ഇവിടെ വരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പം മഴ പെയ്തുകൊണ്ട് നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. വെള്ളമൊക്കെ നല്ല നീല കളറിലാണ് കിടക്കുന്നത്. ഭയങ്കര രസമുണ്ട്. ഇവിടെ ഒരു ആല തോന്നുന്നു, എന്തോ ഒരു മരം, വലിയൊരു മരവും. പിന്നെ അപ്പുറത്താണ് കേവ്സ് വരുന്നത്. ചെറിയൊരു കേവാണ്. വെള്ളം സോ ഗുഡ്. ഞങ്ങൾ ചാടാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ചാടാനുള്ള പരിപാടിയിലാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ വലിയ ആഴമില്ല, ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. നീന്താൻ അറിയാത്തവർക്ക്, നീന്താൻ അറിയുന്നവർക്ക് അറ്റം വരെ പോകുക. അവിടെ കുറച്ച് ആഴമുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് ജംപ്. പെരിക്കൂറേയും പൈസ ഒന്നും കൊടുക്കണം. ഗായ്സ്, ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുളിച്ച് സെറ്റപ്പായി. നല്ല നാച്ചുറൽ ബാത്ത്. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പില്ല. അതാണ് അവസ്ഥ. ഭയങ്കര അടിപൊളി, രക്ഷയില്ല. നമ്മൾ ഫോട്ടോ വീഡിയോയിൽ കാണുന്ന എന്താണോ അതിനൊക്കെ അടിപൊളിയാണ്. രക്ഷയില്ല. നോക്കൂ, നല്ല പച്ച നീല കളർ, അക്വാ ഗ്രീൻ കളർ വെള്ളം, തെളിഞ്ഞ വെള്ളം. ഓ മൈ ഗോഡ്,
എനിക്കൊന്നും പറയാനില്ല. ഗൈസ് നമുക്ക് കേവ് കാണണ്ടേ. കൊച്ചടിക്കൽ കേവ്സ് ആണ് ഈ പിന്നെ ഈ കുളമൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് കേവ് മുന്നോട്ട് പോകാം. ഇതാണ് ഇപ്പോൾ കേവിൻ്റെ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞതേ ആ കാണുന്നതാണ്. ഒരു വലിയ മരമുണ്ട്, അതിൻ്റെ വേരെല്ലാം ഇറങ്ങി ആ കല്ലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ വേറൊരു കല്ലും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ വൈഡറാക്കി കാണിച്ചു തരാം. ലുക്ക്, ഇതാണ് കേവിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ കുളം വരുന്നത്. ബിയോണ്ട് ദ എക്സ്പെക്റ്റേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാൻ വിചാരിച്ചേക്കാളും ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. ആ കുളത്തിൻ്റെ ചുറ്റും ഫുൾ മരങ്ങൾ, ഫുൾ ഇങ്ങനെ ഷെയ്ഡ് വന്നിരിക്കുക. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വെയിലും അടിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എന്തായാലും വരെ വീക്കെൻഡ്സ് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം നിറയെ തിരക്കായിരിക്കും. അപ്പം വീക്കെൻഡ് അല്ലാത്ത സമയം ആയതുകൊണ്ടാണ് ഇന്ന് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ആ കേവിൻ്റെ അവിടെ ഉള്ളത്. അതിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം വരുന്ന ഒരു സ്പേസാണ്. ഭയങ്കര നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. വാവ് 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 വാവ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ആക്ച്വലി എനിക്ക് ഗുഹയിൽ കയറാൻ പറ്റിയില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് കുറച്ച് ടാസ്ക്കാണ് ആ മരത്തിൽ വെച്ച് പിടിച്ച് കയറാൻ. കുറച്ചുകൂടെ ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെയും ബെറ്ററായിട്ട് കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട് പക്ഷെ നടന്നില്ല. ആ ഒരൊറ്റ പിടിവള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റില്ല. വേണ്ട, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഉള്ളത് ആ ഒരു വഴിയാണ്. അതിൽ കൂടെ ഒട്ടും എനിക്ക് പറ്റില്ല. പക്ഷെ ഇതാണ് ഗുഹയുടെ ഉൾഭാഗം വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. ഐ എം സോ ഡിസപ്പോയിൻറ്റഡ്. സോ ഗൈസ്, നമ്മളിന്ന് ഇവിടെ തിരിച്ച് കയറുവാണ്. ഇനി ഇവിടെ നിന്ന് പോകണം നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിലോട്ടാണ്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ഞങ്ങൾ ഇപ്പം അരീക്കൽ കേസിൽ നിന്നും ഇറങ്ങി. അവിടുന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എന്താ പേര്, ശൂലം വാട്ടർഫോൾസ് ഉള്ളത്. സോ നമ്മളവിടെ എത്തി. അത് റോഡ് സൈഡിൽ തന്നെ വണ്ടി വെച്ചിട്ട് അവിടുന്ന് കുറച്ച് ഇറങ്ങണം. ഞാൻ വ്യൂ കാണിച്ചു തരാം. മാപ്പ് ഇട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്താണ് എത്തുക. അവിടെ ഞങ്ങൾ റോട്ടിലാണ് വണ്ടി വെച്ചേക്കുന്നത്. റോട്ടിൽ വണ്ടി വെച്ച് നടക്കുകയാണ്. കുറച്ച് ആ ഒരു ഏരിയ വരെ നമുക്ക് വണ്ടികളൊക്കെ പോകും, വലിയ കുഴപ്പമില്ല. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇതിന് എന്താ ശൂലം വാട്ടർഫാൾസിലോട്ടുള്ള വഴി ഇങ്ങനെയാണ്. നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടുന്ന് ഇറങ്ങി വരുവാണ്. അപ്പം ഞങ്ങൾ ഈ കുറച്ച് സ്ലിപ്പറിയാണ്. അതൊക്കെ ഇറങ്ങി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് ഇറങ്ങിയിട്ട് വേണം ശൂലം വാട്ടർഫോൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വീഡിയോ എടുത്താൽ ഞാൻ മൊതം കുത്തി വീഴും. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. We are almost near to the waterfalls. അരീക്കൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പക്ഷേ ശൂലം വാട്ടർഫാൾസ് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക്സ് ഒന്നും ഇവിടെ ത്രോ ചെയ്യാതെ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇനിയും ആൾക്കാർ വരാനുള്ള, നമ്മൾ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കെല്ലാം ഒഴിച്ചുകൊണ്ട് നടന്നാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുപോയി നല്ല ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ഈ വെള്ളത്തിൽ അർമതിക്കാണ് ഗൈസ്, അറുമതിക്കാണ്. ഗൈസ്, നമ്മൾ അരീക്കൽ വാട്ടർഫാൾസിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ടിക്കറ്റ് പെർ ഹെഡ് 20 ആണ് റേറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് എക്സോട്ടിക് ബേർഡ്സിൻ്റെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിനുള്ള നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. രശ്മി ചാടി ഇറങ്ങുന്നുണ്ട്. യെസ് ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇറങ്ങിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം നമുക്ക് ഇവിടെ എത്താൻ. ഗായ്സ്, ഇതാണ് വാട്ടർഫാൾ വരുന്നത്. നല്ല തിരക്കാണ്, ഫാമിലീസ് കുറേ പേരുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് കൊച്ചരിക്കൽ കേവ്സ്, അരിക്കൽ വാട്ടർഫാൾസ് ആൻഡ് ശൂലം വാട്ടർഫാൾസ്, അങ്ങനെ ഒരു 3 സ്ഥലങ്ങളിൽ പോയി. രാവിലെ ഇറങ്ങി ഒരു ഉച്ച കഴിയുമ്പോഴേക്കും വീട്ടിലെത്താമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഇപ്പം തന്നെ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ വെള്ളത്തിലും കുളിച്ചാണ് പോയത്. ഞാൻ കുളിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇന്ന് മൊത്തം ഞാൻ കുളിച്ചിട്ട് ഇനി ഒരു മാസത്തേക്ക് എനിക്ക് കുളിക്കേണ്ട കാര്യമില്ല. അപ്പം എറണാകുളം ഉള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൺസൂണിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് 3 പ്ലേസസ് ഞാൻ റെഫർ ചെയ്യും. നന്നായിട്ട് എല്ലാവർക്കും നീന്തൽ അറിയാത്തവർക്കും എല്ലാത്തിലും ഇറങ്ങി കുളിക്കാം. കാരണം എല്ലാം ഒരു ആവറേജ് ആഴമുള്ളൂ. ഞങ്ങളൊക്കെ 5 ഫീറ്റ് ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നോ ഇഷ്യൂസ്, നീന്തൽ അറിയാത്തവർക്കും വരാം, കുളിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ലക്ഷ്മി റിവ്യൂ പറ. ലക്ഷ്മിയുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്തുകൊണ്ട് ഈ സ്ഥലം നേരത്തെ കണ്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നീന്തൽ അറിയുന്നവർക്ക് അറിയാത്തവർക്ക് ഒരുപോലെ എൻജോയ് പറ്റിയ 3 സ്ഥലങ്ങളാണ്. അതെ, ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെയാണെങ്കിലും വരാം. എല്ലാം നല്ല അടിപൊളി സ്പോട്ടുകളാണ്. അപ്പം എല്ലാവർക്കും ബൈ. മൺസൂണൊക്കെ അടിച്ചു പൊളിക്കുക. പറ്റാവുന്നിടത്തോളമൊക്കെ എവിടെയൊക്കെയാണോ ഉള്ളത് എല്ലാ പച്ചപ്പ് ഹരിതാപ വെച്ച് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ബൈ ഫ്രം ജിപ്സികൾ ആൻഡ് ലക്ഷ്മി.